ഹലോ, നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. ഞാനും നിങ്ങളും നമ്മുടെ കഥകളും. അല്ലേ? ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്തിട്ട് നമ്മുടെ വീഡിയോ മുഴുവനായിട്ടും കേൾക്കണേ. അനുജത്തി നിനക്കായി എന്ന വൈഗ IPS നോവലിൻ്റെ തുടർച്ചയാണ് നമ്മൾ കേൾക്കുന്നത്. അധ്യായം 7 ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. അനുജത്തി നിനക്കായി വൈഗ IPS അധ്യായം 7. ഈ സമയത്ത് ഈ കാടിനരികിൽ ഒറ്റയ്ക്ക് എന്നെ ആര് കണ്ടാലും അന്വേഷണം ഉണ്ടാകും, പ്രശ്നമാകും. അലറിക്കരഞ്ഞ ആളെ കൂട്ടാനും എനിക്ക് സംഭവിച്ച ദുരന്തം എല്ലാവരെയും അറിയിച്ചിട്ട് എന്നെ ആക്രമിച്ചവനെ പിടികൂടി എൻ്റെ കൈകൊണ്ട് എന്നെ കുത്തിക്കീറാനും ഞാൻ കൊതിച്ചു. പക്ഷെ തുടർന്നുള്ള അപമാനം, കേസന്വേഷണം, പത്രവാർത്തകൾ, ചാനൽ വിവരണങ്ങൾ, ആ സമയത്ത് പോലും ഞാൻ ഭയന്നു. അതുകൊണ്ട് ഞാൻ കാടിനടിയിൽ പതുങ്ങിയിരുന്നു. ഇടയ്ക്ക് ആളുകളുടെ സംസാരം നിലച്ചപ്പോൾ ഞാൻ ഇറങ്ങി. അകലെ വേദിയിൽ സിനിമാറ്റിക് ഡാൻസ് മത്സരം പൊടിപിടിക്കുകയായിരുന്നു. അങ്ങോട്ട് പോകാനാവില്ല, ആരെയും ഫേസ് ചെയ്യാനാവില്ല, മരിക്കണം. പെട്ടെന്ന് അതാണ് തോന്നിയത്. ഇനി ജീവിച്ചിരുന്നിട്ട് എന്തിനാ? വേദിയുടെ ഭാഗത്തേക്ക് പോരുന്ന ഞാൻ പെട്ടെന്ന് തിരിച്ചു നടന്ന് മെയിൻ ഗേറ്റിങ്ങിലേക്ക്. റോഡിലേക്ക് ഇറങ്ങിയാൽ പാഞ്ഞു പോകുന്ന ടിപ്പറുകളും ടാങ്കറുകളും ഉണ്ടാകും. എല്ലാ അപമാനവും ദുരന്തവും അതിൻ്റെ മുമ്പിൽ തീർക്കാം. ഞാൻ അസാധാരണമായ സ്പീഡിൽ നടന്നു ഗേറ്റിനോട് അടുത്തു. അപ്പോൾ പെട്ടെന്ന് മെയിൻ ഗേറ്റ് കടന്നു വന്ന ഒരു കാറ് എൻ്റെ അടുത്ത് നിർത്തി. അതിൽ നിന്നൊരു വിളി, മോളെ. സ്വപ്നം പോലെ ഞാൻ മിഴിച്ചു നോക്കി. മമ്മി. ഞാൻ വിളിച്ചു. കൂടെ ഉണ്ട് പപ്പ. മരണത്തിൻ്റെ അവസാന നിമിഷത്തോടടുക്കുന്ന ഞാൻ കൊതിച്ചതേയുള്ളൂ, ഒന്ന് യാത്ര പറഞ്ഞെങ്കിലെന്ന്. ജീസസ് അതാ കേട്ടിരിക്കുന്നു. അവരതാ മുമ്പിൽ. പക്ഷേ കണ്ടു രണ്ടാളെയും. കൊതി തീർന്നു. ഞാൻ മുമ്പോട്ട് ഒറ്റപ്പാച്ചിൽ. മോളെ, ഇത് ഞങ്ങളാ. നീ എവിടെ പോണു? നിൽക്കു മോളെ. പപ്പയും അമ്മയും അമ്പരന്ന് എൻ്റെ പുറകെ പായുന്നു. എന്താ? വേദിയുടെ ഭാഗത്തേക്ക് പോകുന്ന സ്റ്റുഡൻസ് എനിക്ക് മുമ്പിൽ നിൽക്കുന്നു, ചോദിക്കുന്നു. ആ സമയത്ത് ഒരു പെൺകുട്ടിക്ക് പിന്നാലെ ഓടുന്ന ഒരു പുരുഷനും സ്ത്രീയും. അതാണ് അവർ കരുതിയതെന്ന് തോന്നുന്നു. ഞങ്ങളുടെ മോളാ, പപ്പയും അമ്മയും പറയുന്നു. നിങ്ങളുടെ മോളോ? പിന്നെന്തിനാ കുട്ടി ഓടി? അവർ സംശയത്തോടെ പപ്പയും അമ്മയും വളഞ്ഞു. ഞാൻ അപകടം മണത്തു. എൻ്റെ മരണത്തെക്കാൾ ഇപ്പോൾ വേണ്ടത് പപ്പയുടെയും മമ്മിയുടെയും രക്ഷയാണ്. ഞാൻ പറഞ്ഞു, ശരിയാണ്, അതെൻ്റെ പപ്പയും മമ്മിയാണ്. പിന്നെന്താ കുട്ടി ഓടിയത്? എൻ്റെ മോള് മത്സരാർത്ഥികളിൽ ഒരാളാണ്. ഞാനും വൈഫും ഹോസ്പിറ്റലായിരുന്നു. എൻ്റെ ഫാദർ ICUലാണ്. ഇടയ്ക്ക് ചേട്ടനും വൈഫും ICUലെത്തിയപ്പോൾ മോളെ ഒന്ന് കാണണമെന്ന് കരുതി വന്നതാണ് ഞങ്ങൾ. ഇടയ്ക്ക് വെച്ചിട്ട് പെട്ടെന്ന് കണ്ടപ്പോൾ മോൾക്ക് ഞങ്ങളെ മനസ്സിലായില്ല. പപ്പ പറഞ്ഞു, ഓ അത്രയേ ഉള്ളൂ. സ്റ്റുഡൻസ് മുന്നോട്ട് നീങ്ങി. മോളെ, നീ എന്തിനാ ഞങ്ങളെ കണ്ടിട്ട് ഓടിയത്? മമ്മി എൻ്റെ തോളത്ത് കൈവച്ചു. നിനക്ക് ഞങ്ങളെ കണ്ടിട്ട് മനസ്സിലായെന്ന് എനിക്കറിയാം. പിന്നെ എന്ത് പറ്റി മോളെ? മമ്മി. ഒരു പൊട്ടിക്കരച്ചിലായിരുന്നു മറുപടി. മമ്മിയുടെ നെഞ്ചിലേക്ക് വീണ് കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഡോക്ടർ ബോബി സാമുവൽ മുമ്പിലിരിക്കുന്ന SP വിൽസൺ തോമസിനെയും വൈഖയെയും മാറി മാറി നോക്കിക്കൊണ്ട് മെല്ലെ തുറന്നു. മരിക്കാൻ ശ്രമിച്ച സീനമോളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഷേർലി ചേച്ചിയും ജിൻസിച്ചനും ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നു. പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്തില്ലല്ലേ? CI ഗണേഷ് ചോദിച്ചു. ആത്മാഭിമാനമുള്ളവർക്ക് അത് വല്ലതും പറ്റിയ പണിയാണോ സാറേ? പറ്റിയത് പറ്റി എന്ന് അവർ രണ്ടാളും കരുതിയിട്ടുണ്ടാവും. ഡോക്ടർ തുറന്നു. ഒടുവിൽ മോൾക്ക് ധൈര്യം പകർന്ന് അവളെ തിരികെ മദ്രാസിൽ കൊണ്ടുവന്നാക്കി. പക്ഷേ ആ ആക്രമണത്തിൻ്റെ ഫലം അവരുടെ വയറ്റിൽ ശേഷിച്ചു കിടന്നു. ജീവൻ വയ്ക്കുമെന്ന് അവർ രണ്ടാളും കരുതിയില്ല. സീനമോളും അതാണ് അവൾ അറിഞ്ഞപ്പോഴേ ഹോസ്റ്റലിൽ വെച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ചത്. എൻ്റെ മുമ്പിൽ വന്നു പെട്ടതും. മാനം പോവാതിരിക്കാൻ അബോർഷനുള്ള ഏർപ്പാടുകൾ ഞാൻ ചെയ്തു. അപ്പോൾ ഡോക്ടർക്ക് ഇത്രേ അറിയൂ? വൈഗ ചോദിച്ചു. അക്രമിയെക്കുറിച്ച് ജെയിംസോ ഷേർലിയോ സീനയോ ഒന്നും പറഞ്ഞിട്ടില്ല. അവർ മൂവരും ഒന്നും പറഞ്ഞില്ല. ആ കൂട്ട ആത്മഹത്യ നടക്കും വരെ. ഡോക്ടർ തുറന്നു. പക്ഷെ അതിനുശേഷം അതിൻ്റെ പിന്നിലാരെന്ന് എനിക്കൊരു ക്ലൂ കിട്ടി. ക്ലൂവോ? SP-യും വൈഖയും ഒരുപോലെ ചോദിച്ചു. എന്ത് ക്ലൂ? പറയണം. SP വിൽസൺ തോമസ് കുറച്ച് ആവേശത്തോടെ പറഞ്ഞു. ഡോക്ടർ ബോബി സാമുവൽ വൈഗയുടെ നേർക്ക് നോക്കി. പറയണം ഡോക്ടർ, എന്ത് ക്ലൂവാണ്
നിങ്ങൾക്ക് കിട്ടിയത്. വൈകിയും ധൃതിപ്പെട്ടു. ഇനി ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ അറിഞ്ഞിട്ടും കാര്യമില്ല, ഡോക്ടർ പരിഹാസത്തോടെ പറഞ്ഞു. അതെന്താ? അതിൻ്റെ പിന്നിലുള്ള ആൾ മരിച്ചു കഴിഞ്ഞതുകൊണ്ട്. ആര്? മിത്ര, മാഡത്തിൻ്റെ അനിയത്തി. അവളായിരുന്നു എല്ലാറ്റിൻ്റെയും പിന്നിൽ. ബോബി ശബ്ദമുയർത്തി രോക്ഷത്തോടെ പറഞ്ഞു. വാട്ട്? വൈഗ ഞെട്ടിത്തെറിച്ചു പോയി. എല്ലാറ്റിൻ്റെയും പിന്നിൽ എൻ്റെ അനിയത്തി മിത്രയോ? അതെ. എങ്ങനെ നിങ്ങൾക്കത് മനസ്സിലായി? SP ചോദിച്ചു. ആ കൂട്ട ആത്മഹത്യയ്ക്ക് മുമ്പ് സീന എൻ്റെ ഹോസ്പിറ്റലായിരുന്നപ്പോൾ നിങ്ങൾ വന്നില്ലേ? അന്ന് നിങ്ങൾ മിത്രയെക്കുറിച്ച് അവളോട് ചോദിച്ചില്ലേ? ഉവ്. മിത്രയെക്കുറിച്ച് നിങ്ങളന്ന് എന്നോട് പറഞ്ഞല്ലോ. മിത്രയുടെ കൊലപാതക കേസുമായി ഒരു അന്വേഷണത്തിൻ്റെ കണ്ണി തേടിയാണ് നിങ്ങൾ വന്നതെന്ന്. സീനമോളെ അതിൻ്റെ ബേസിലാണ് ചോദ്യം ചെയ്തതെന്നൊക്കെ ശരിയാണ്. നിങ്ങൾ പോകും മുമ്പ് തന്നെ അവൾ കൈത്തണ്ടയിലെ വെയിൻ മുറിച്ച് മരിക്കാനും തയ്യാറായി. അതെ, അതോടെ എനിക്ക് മനസ്സിലായി. സീനമോള് അതുവരെ പറഞ്ഞതിനേക്കാൾ വലിയ സത്യങ്ങൾ അവൾ ഇനിയും പറഞ്ഞിട്ടില്ലെന്ന്. എന്നിട്ട് നിങ്ങൾ പോയി കഴിഞ്ഞ് ഞാൻ അവളെ നേരിട്ടു. ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും പുറത്തു കൊണ്ടുവന്നപ്പോഴാണ് അവൾ സംസാരിക്കാറായത്. ബോബി തുടർന്നു. മിത്രയുമായി എന്തു ബന്ധമാണ് നിനക്കുള്ളതെന്ന് ഞാൻ ചോദിച്ചു. അവൾ പറയാതെ വിട്ടില്ലെന്ന കർക്കശ നിലപാടിൽ ഞാൻ അവളോട് ദേഷ്യപ്പെട്ടു. അപ്പോഴാണ് മിത്രയെക്കുറിച്ച് പറഞ്ഞത്. എന്തു പറഞ്ഞു? മിത്ര സീനമോളുടെ ഫ്രണ്ടാണ്. ഇരുവരും BTechൽ ഒരേ കോളേജിൽ ഒരേ ക്ലാസ്സിൽ പഠിച്ചു. ഇരുവരും MTechനുള്ള എൻട്രൻസ് ആയ ഗേറ്റ് എക്സാം എഴുതി പഠിക്കാൻ ഇരുവരും മിടുക്കരായിരുന്നു. അതുകൊണ്ട് ഇരുവർക്കും മെറിറ്റിൽ അഡ്മിഷൻ ലഭിച്ചു. മിത്രയ്ക്ക് കോഴിക്കോട് IITയിൽ, സീനമോൾക്ക് ചെന്നൈ IITയിൽ. എങ്കിലും അവർ ആ ഫ്രണ്ട്ഷിപ്പ് നിലനിർത്തി. ഡോക്ടർ തുറന്നു. രാഗം ഫെസ്റ്റിവലിനായി സീനമോൾ വരുന്നത് മിത്ര കൂടി ക്ഷണിച്ചിട്ടാണ്. അങ്ങനെ ക്ഷണിച്ചെങ്കിൽ അത് സ്വാഭാവികമല്ലേ? നൃത്തത്തിലുള്ള സീനയുടെ കഴിവ് മനസ്സിലാക്കിയിട്ടല്ലേ? അതെ. ഡോക്ടർ ബോബിയുടെ സ്വരം കല്ലിച്ചു. പക്ഷെ അന്ന് ആ ദുരന്ത ദിവസം സീനമോൾക്ക് മധുരമുള്ള മുന്തിരി ജ്യൂസുകൾ നൽകിയത് മറ്റാരുമല്ല, അവളാണ്, നിങ്ങളുടെ അനിയത്തി മിത്ര. വാട്ട്? വൈഗ അമ്പരപ്പോടെ ചോദിച്ചു. അതെ, അവൾ തന്നെയാണ്. മയക്കുമരുന്ന് ചേർത്ത മുന്തിരി ജ്യൂസ് നൽകി ഞങ്ങളുടെ കുഞ്ഞിനെ കുരുക്കിയത് അവൾ തന്നെയാണ്. ഡോക്ടർ തൻ്റെ വലതുകരം കൊണ്ട് ടീപ്പോയ് മേൽ ആഞ്ഞടിച്ചുകൊണ്ട് തറപ്പിച്ച് പറഞ്ഞു. വൈഗ ഓർമ്മിപ്പിച്ചു. ലാപ്ടോപ്പിൽ കണ്ട വീഡിയോ ക്ലിപ്പിംഗ്. വാളണ്ടിയറായി പ്രസരിപ്പോടെ ഓടി നടക്കുന്ന മിത്രയെ വ്യക്തമായി കാണാം. അവളുടെ ശക്തി ആ കുട്ടിക്ക് പിന്നിലുണ്ട്. ഡോക്ടർ ബോബി പറഞ്ഞു. വലിയ ശക്തിയോ? വൈഗ ചോദിച്ചു. മനസ്സിലായില്ല. മനസ്സിലാക്കിത്തരാം. ബോബി സാമുവൽ തുറന്നു. സംഭവം നടന്ന രാത്രിയിൽ തികച്ചും യാദൃച്ഛികമായി കോളേജ് കോമ്പൗണ്ടിൽ നിന്നും സീനമോളെ രക്ഷിച്ച് ജെയിംസ് അച്ചാനും ഷേർലി ചേച്ചിയും അന്ന് വീട്ടിലെത്തി. രാത്രി പുലരും വരെ രണ്ടാൾ മോൾക്ക് കാവലിരിക്കുകയായിരുന്നു. അവൾ സാഹസമൊന്നും ചെയ്യാതിരിക്കാൻ. ഡോക്ടർ ശക്തമായ സ്വരത്തിൽ പറഞ്ഞു. ആ സംഭവം എന്തുകൊണ്ട് പോലീസിൽ അറിയിച്ചില്ലെന്ന് നിങ്ങൾ ചോദിച്ചില്ലേ? സ്വന്തം മകൾക്ക് സംഭവിച്ച നാശത്തിൽ രോഷവും സങ്കടവും പകയും തോന്നിയ ജെയിംസ് അച്ചായൻ സീനമോളും ഷേർലി ചേച്ചിയും വിലക്കിയിട്ടും പുലർന്നപ്പോൾ വിവരം പോലീസിനെ അറിയിക്കാൻ പുറത്തിറങ്ങിയതാ. എന്നിട്ട് വാതിൽ തുറന്നപ്പോൾ വരാന്തയിൽ നിൽക്കുന്ന ഒരാൾ, അതെ, കയ്യിലൊരു മൊബൈലുമായിട്ട് നിന്ന് അവന് വളരെ കൂളായി ചോദിച്ചു, പോലീസ് സ്റ്റേഷനിലേക്കാണോ എന്ന്. അകത്ത് നടന്ന ചർച്ച അവൻ പുറത്തുനിന്ന് കേട്ടിരുന്നു. പിന്നെ ഉണ്ടായ കാര്യങ്ങൾ ഡോക്ടർ വിശദീകരിച്ച് പറഞ്ഞു. നീ ആരാടാ? പന്തികേട് തോന്നിയ ജെയിംസ് അച്ചായൻ ദേഷ്യത്തോടെ അവനെ നേരിട്ടു. ഇറങ്ങടാ എൻ്റെ വീട്ടിൽ നിന്ന്. ഇറങ്ങാം. ഒറ്റ നിമിഷം. അവൻ കയ്യിലിരുന്ന മൊബൈല് ജെയിംസ് അച്ചായന് വെച്ച് നീട്ടി. ഈ കോളൊന്ന് അറ്റൻഡ് ചെയ്തിട്ട്. നീയും നിൻ്റെ ഒരു കോളും. ഇറങ്ങടാ നായ. ഇച്ചായൻ അവൻ്റെ കൈക്കിട്ട് ആഞ്ഞു തട്ടി. മൊബൈൽ തെറിച്ചു വീണു. അവനൊട്ടും ശോഭിച്ചില്ല. സമചിത്തതയോടെ ചെന്ന് തെറിച്ചു വീണ മൊബൈലെടുത്ത് എന്നിട്ടതിൻ്റെ ലൗഡ് സ്പീക്കർ ഓണാക്കി. അതിൽ കേട്ടതോ നീനയുടെ ശബ്ദം. കോയമ്പത്തൂർ ഹോസ്റ്റലിൽ താമസിച്ചു പഠിക്കുന്ന സീനയുടെ അനിയത്തി നീന. ഇളയമകളുടെ ശബ്ദം കേട്ടതും ജെയിംസ് ചായം പരിഭ്രാന്തനായി. അയാളോട് മൊബൈൽ പിടിച്ചു വാങ്ങി. മോളെ, പപ്പ ഞാൻ എത്ര നേരമായിട്ട് വിളിക്കുന്നു. നീനയുടെ നിഷ്കളങ്കമായ സ്വരം. മോളെ, നീ എവിടെയാ? ഞാൻ ഹോസ്റ്റലിൽ നിന്ന് കോളേജിലേക്ക് പോവുക. നിൻ്റെ അടുത്ത് ആരാ നിൽക്കുന്നേ? ആരുടേതാ ഈ മൊബൈൽ ഫോൺ നമ്പർ? ഞാൻ കോളേജ് ഗ്രൗണ്ടിൽ വെച്ച് കണ്ടതാ പപ്പ. ഈ ഒരു ചേട്ടൻ. എന്നെ അറിയും, പപ്പയെ അറിയും.
നമ്മുടെ ടൗണിലുള്ളതാണെന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് വെച്ച് പപ്പയെ വിളിക്കാൻ പറഞ്ഞിട്ട് എനിക്ക് തന്നതാ. സംസാരിക്കാൻ പറഞ്ഞു. പപ്പ എന്തിനാ പരിഭ്രമിക്കുന്നത്? എന്തു പറ്റി പപ്പ? ഒന്നുമില്ല മോളെ, ഫോൺ അയാൾക്ക് കൊടുക്ക്, എന്നിട്ട് ക്ലാസ്സിൽ പോ. മേല വല്ലവരെയും ഫോണിൽ നിന്ന് എന്നെ വിളിച്ചേക്കല്. ശരി പപ്പ. കോള് കട്ടായി. ഫോൺ തിരികെ വാങ്ങിയിട്ട് മുമ്പിൽ നിന്നവൻ ചിരിച്ചു. നീ ആരടാ? എൻ്റെ മോളുടെ അടുത്ത് നിൻ്റെ ആരാ? പറയടാ. ജെയിംസ് ചായൻ ക്രോധനായി. ഞാൻ സലീം. പക്ഷേ ഈ പേര് നിങ്ങൾക്ക് വിളിക്കാൻ മാത്രമാണ്. എൻ്റെ സ്ഥിതിക്കുള്ള പേര് വേറെയാണ്. എന്നെ കണ്ടുപിടിക്കാനോ ഒറ്റിക്കൊടുക്കാനോ ശ്രമിക്കണ്ട. നടക്കില്ല. എൻ്റെ മോളുടെ അടുത്താരാണ്? എൻ്റെ ഒരു ഫ്രണ്ട്. ആ കുട്ടി അവനൊന്നും ചെയ്യില്ല. പക്ഷെ നിങ്ങൾ അറിയണം, കോയമ്പത്തൂർ പഠിക്കുന്ന നിങ്ങളെ ഇളയ കുട്ടിയെ ഞങ്ങൾ എത്ര പെട്ടെന്ന് ട്രേസ് ചെയ്തെന്ന്. എടാ അലറണ്ട, അവൻ തുടർന്നു. പക്ഷെ ഒരു കാര്യം, ഇന്നലെ രാത്രിയിൽ കോളേജിൽ നടന്നത് പോലീസ് അറിയരുത്, ഒരാളും അറിയരുത്. അറിഞ്ഞ? അവൻ ചിരിച്ചു. മൂത്ത മോൾക്ക് ഇന്നലെ സംഭവിച്ചത് നാളെ കോയമ്പത്തൂരിൽ ഇളയ മോൾക്കും സംഭവിക്കും. മൈൻഡ് ഇറ്റ്. ഇത്രയും പറഞ്ഞിട്ട് ഡോക്ടർ തുറന്നു. ജെയിംസ് ചായൻ അതോടെ തകർന്നുപോയി. ഇച്ചായൻ മാത്രമല്ല, ഷേർലി ചേച്ചിയും. ഒരു മകൾക്ക് സംഭവിച്ച നടുക്കം വിട്ടുമാറാതെ നിൽക്കുന്ന അവർക്കെങ്ങനെ അടുത്ത മകളുടെ ദുരന്തം കൂടി ഏറ്റുവാങ്ങാനാവും? അതിനുശേഷം എന്നും എപ്പോഴും ആ സലീം എന്ന് പറഞ്ഞവൻ്റെ കണ്ണ് ആ വീടിന് മേലുണ്ടായിരുന്നു. പിന്നങ്ങനെ പേടിച്ചിട്ടവർ പോലീസിൽ പറയും, എന്നോട് പറയും. ഡോക്ടർ ബോബി സാമുവൽ ചോദിച്ചു. പക്ഷെ ഡോക്ടർ വൈകി ചോദിച്ചു. ഏതോ ഒരുവൻ അവിടെ വന്ന് താക്കീത് നൽകിയത് മിത്രയുമായി എന്താണ് ബന്ധം? അത് മേഡത്തിന് മനസ്സിലായില്ലേ? ഡോക്ടർ പരിഹാസത്തോടെ ചിരിച്ചു. ഒറ്റ രാത്രി കൊണ്ട് ആക്രമികൾ എങ്ങനെ കോയമ്പത്തൂരെത്തി? എങ്ങനെ സീനയുടെ അനിയത്തിയെ ട്രേസ് ചെയ്തു? സീനയുടെ വീട്ടിലെ എല്ലാ ഡീറ്റെയിൽസും കൃത്യമായി അറിയുന്ന ഒരാൾ കൂടെയില്ലാതെ അതെങ്ങനെ അറിയും? നിങ്ങൾ തന്നെ പറയണം. ഡോക്ടർ വല്ലാത്ത കിതപ്പോടെ രോക്ഷത്തോടെ ചോദിച്ചു. വൈകിക്ക് മറുപടിയില്ല. എസ് പിക്കും ആ കൂട്ടമരണം. എൻ്റെയും ഷേർലി ചേച്ചിയും കുടുംബവും ഇല്ലാതായി കഴിഞ്ഞപ്പോൾ ഞാൻ പോയി. കോളേജിൽ ഞാൻ ചിലരെയൊക്കെ കണ്ടു. മിത്രയുടെ റൂംമേറ്റ് സുമിതയെ വരെ. സുമിത? അതെ, ഡോക്ടർ പറഞ്ഞു. ആ കുട്ടിയാണ് പറഞ്ഞത് സീനമോളും മിത്രയും തമ്മിൽ കൂട്ടായിരുന്നുവെന്ന്. സീന ആ ഫെസ്റ്റിവലിനിടയിൽ ഹോസ്റ്റലിൽ അവരുടെ റൂമിൽ ചെന്നിരുന്നുവെന്ന്. മറ്റാരുമായി സീനയ്ക്ക് അവിടെ ഫ്രണ്ട്ഷിപ്പ് ഇല്ലായിരുന്നുവെന്ന്. അതോടെ ഞാൻ മനസ്സിലാക്കി, ആർക്കോ വേണ്ടി സീനമോളെ ചതിച്ചത് മാഡത്തിൻ്റെ അനിയത്തി മിത്ര തന്നെയാണെന്ന്. വൈഗ വിളറിപ്പോയി. എങ്ങനെ ഏത് റൂട്ടിലൂടെ കടന്നു ചെന്നാലും അപമാനം തനിക്ക് തന്നെ. ഡോക്ടർ ബോബി സാമുവലിനെ ചോദ്യം ചെയ്ത് മടങ്ങുമ്പോൾ വൈഗ നിശബ്ദയായിരുന്നു. വൈഗയെ SP വിൽസൺ തോമസ് ശ്രദ്ധിച്ചു. തനിക്ക് വിഷമമായി അല്ലേ? അദ്ദേഹം ചോദിച്ചു. അവൾ ചിരിച്ചു, വിഷമം മറിച്ച്. തനിക്ക് തോന്നുന്നുണ്ടോ ആ ഡോക്ടർ പറഞ്ഞതുപോലെ മിത്രയാണ് ഇതിൻ്റെ പിന്നിലെന്ന്? അല്ലെന്ന് പറയാൻ നമ്മുടെ കയ്യിൽ തെളിവുകളൊന്നുമില്ലല്ലോ സാർ. വൈകി നിർത്തി. എന്താടോ, ഞാൻ അറിയുന്ന എൻ്റെ അനിയത്തി മിത്ര ഇത്തരമൊരു നീചപ്രവൃത്തിക്ക് കൂട്ടുനിൽക്കില്ല. അത് ശരിയാവാം. പക്ഷെ വൈക, നമ്മളൊന്ന് മാറ്റി ചിന്തിച്ചാലോ? അവൾ നോക്കി. ആ ജെയിംസിനെയും ഷേർലിയെയും ഭയത്തിൻ്റെ മുൾമുനയിൽ നിർത്തിയതുപോലെ മിത്രയെയും അമ്മാർ ഏതെങ്കിലും തരത്തിൽ ട്രാപ്പിൽ വീഴ്ച ചെയ്യിച്ചതാണെങ്കിലോ? വൈഖയുടെ കണ്ണുകളൊന്ന് കുറുകി. മിത്രയുടെ ലാപ്ടോപ്പിൽ കിടന്ന ചില ഫയൽസ് നമ്മൾ നോക്കിയതല്ലേ? ഉവ്വ് സാർ. ചില റേപ്പ് സീനുകൾ നമ്മൾ കണ്ടതല്ലേ? ഉവ്വ് സാർ. ആ റേപ്പ് സീനിൽ റേപ്പ് ചെയ്യപ്പെടുന്നത് മിത്രയാണെന്ന് നമ്മൾ സങ്കല്പിക്കുന്നു. പർപ്പസ് ആരോ അത് മൊബൈലിൽ പകർത്തുന്നു. ഓക്കെ ഓക്കെ സാർ. ചില പെൺവാണിഭക്കാർ ചെയ്യുന്നത് എന്താണ്? ആ പെണ്ണിനെ നല്ല വാക്കും സ്നേഹവും നടിച്ച് ട്രാപ്പിലാക്കി ചതിക്കുന്നു. അതിൻ്റെ വീഡിയോ എടുക്കുന്നു. എന്നിട്ട് ആ വീഡിയോ വെച്ച് ഭീഷണിപ്പെടുത്തി ആ പെൺകുട്ടിയെ കൊണ്ട് പുതിയ പെൺകുട്ടികളെ വലയിലാക്കുന്നു. സീന എന്ന നർത്തകിയെ വലയിൽ വീഴ്ച അതേ തന്ത്രം ഉപയോഗിച്ചാവും അക്രമി ആദ്യം മിത്രയും പിടികൂടിയത്, ട്രാപ്പിലാക്കിയതും. ശരിയല്ലടോ? അതൊരു സാധ്യതയാണ് സാർ. മിത്ര ഗർഭിണിയായതും ചേർത്ത് ചിന്തിച്ചാൽ അതാവും സാർ ശരി. വൈക പറഞ്ഞു. ദാറ്റ് മീൻസ്? അത്യന്തം ഗൗരവത്തോടെയാണ് SP സംസാരിച്ചത്. അക്രമിയെ കണ്ടിട്ടുള്ള അവൻ ആരാണെന്നറിയാവുന്ന ഒരേ ഒരാളെ ഇന്ന് ഭൂമിയിലുള്ളൂ. അത് മിത്ര അല്ലേ സാർ? യെസ്, മിത്ര. അവൾക്ക് മാത്രമേ അറിയൂ സത്യങ്ങൾ. നമ്മുടെ അന്വേഷണങ്ങൾ എവിടെയും ചെന്നെത്താതെ മടങ്ങി ഒടുവിൽ ആരംഭിച്ചെടുത്ത് തന്നെ നിൽക്കുന്നു മിത്രയിൽ. അതെ, SP ആലോചനയോടെ പറഞ്ഞു.
ഇനി മിത്ര സംസാരിക്കണം. അവൾ സംസാരിച്ചാൽ മാത്രമേ സീനയുടെയും അവളുടെ കുടുംബത്തിലെയും പിന്നിലുള്ള ആ ക്രൂരമുഖം ആരാണെന്നറിയാൻ പറ്റൂ. പക്ഷേ സാർ, മിത്ര അവളുടെ ഇന്നത്തെ കണ്ടീഷൻ വൈഗ ആശങ്കപ്പെട്ടു. വൈഗ, SP വിൽസൺ തോമസിൻ്റെ മുഖത്ത് നേരിയൊരു പ്രത്യാശ. സർ, അവൾ വിളികെട്ടു. അദ്ദേഹത്തിൻ്റെ മുഖത്തെ ആ പ്രകാശം അവൾ ശ്രദ്ധിക്കുകയും ചെയ്തു. ഡോക്ടർ സത്യദാസിന് മിത്രയെ ചോദ്യം ചെയ്യുന്നതിനിടയിൽ കയ്യബദ്ധം പറ്റി. അദ്ദേഹം കരുതി അവൾ മരിച്ചുപോയെന്ന്. അതിൻ്റെ പേരിൽ അദ്ദേഹം ഒരുപാട് അനുഭവിക്കുന്നു. നമ്മളെല്ലാവരും കരുതി മിത്ര മരിച്ചെന്ന്. പക്ഷെ അവൾ മരിക്കാതെ കിടക്കുന്നു. ഉവ്. ഒരു ക്രിമിനലിന് എല്ലാ ലൂപ്പ് ഹോൾസും അടച്ചങ്ങനെ എക്കാലത്തും രക്ഷപ്പെടാനാകില്ലടോ, SP പറഞ്ഞു. ഒരു 40 വർഷം മുമ്പ് ഒരു നക്സൽ നേതാവിനെ കൊല ചെയ്ത പോലീസ് ഓഫീസറെ ഈയിടെ കോടതി ശിക്ഷിച്ചത് എങ്ങനെയെന്ന് തനിക്ക് മനസ്സിലായോ? ഉവ്. നിസ്സഹായതയോടെ കൂടെ ചേർന്ന് കുറ്റം ചെയ്യേണ്ടി വന്ന ഒരു പോലീസുകാരൻ തന്നെയാണ് തെളിവ് നൽകിയത്. അതോടെ അന്ന് ആ സംഭവത്തിൽ പങ്കെടുത്ത എല്ലാവരും വെളിപ്പെട്ടില്ലേ, ശിക്ഷിക്കപ്പെട്ടില്ലേ? ഉവ് സാർ. സോ താൻ വിശ്വസിക്കണം. ഞാൻ പറയുന്നു, മിത്ര സംസാരിക്കും. ഉറച്ച സ്വരമായിരുന്നു SPക്ക്. മിത്ര സംസാരിക്കും. വൈഗയുടെ ഹൃദയം ത്രസിച്ചു. യെസ്, അവൾ രക്ഷപ്പെടുമെന്നോ എഴുന്നേറ്റ് നടക്കുമെന്നോ ഒന്നും ഞാൻ പറയില്ല. പക്ഷെ അവൾ സംസാരിക്കും, നമ്മളോടെങ്കിലും. മരിച്ചിട്ടും ഫ്രീസറിൽ വെക്കപ്പെട്ടിട്ടും അവൾ ജീവിച്ചതും ഇപ്പോൾ വെന്റിലേറ്ററിൽ ശ്വാസം നിൽക്കാതെ കാത്തുകിടക്കുന്നതും അതിനു വേണ്ടിയാണ്. ചില ദൈവനിയോഗങ്ങൾ ഇങ്ങനെയാണോടോ? സർ, വൈഗ അമ്പരന്ന് SP നോക്കി. നമ്മൾ ഈ യാത്ര തീരുമ്പോൾ എത്ര വൈകിയാലും നേരെ മാതാ ഹോസ്പിറ്റലിൽ ചെല്ലുന്നു. ഡോക്ടർ ഹരിലാലിനെ കാണുന്നു. ഓക്കെ. വൈഗ ത്രസിപ്പോടെ അത് സമ്മതിച്ചു. ഇരുട്ടിനെ കീറിമുറിച്ച് SPയുടെ വാഹനം കോട്ടയത്തേക്ക് പാഞ്ഞു. ഇടയ്ക്ക് ആഹാരം കഴിക്കാൻ നിർത്തിയെങ്കിലും വൈഗയ്ക്ക് വിശപ്പില്ല. മിത്ര സംസാരിക്കും. SPയുടെ വാക്കുകൾ അവളുടെ നെഞ്ചിനുള്ളിൽ തിരതള്ളലായി. തൻ്റെ അനിയത്തിക്ക് ഒരു വാക്കെങ്കിലും സംസാരിക്കാൻ ദൈവം ശക്തി കൊടുത്താൽ തീർച്ച അവൾക്ക് രക്ഷപ്പെടാനാവും. രക്ഷപ്പെടുത്തണം. വൈഗയ്ക്കും ആവേശമായി. ഹോസ്പിറ്റലിൽ SPയുടെ കാർ എത്തുമ്പോൾ നേരം പുലർച്ചെയായി. SP മുമ്പേ വിളിച്ചു പറഞ്ഞിരുന്നതുകൊണ്ട് ഡോക്ടർ ഹരിലാൽ അവളെ കാത്തിരിപ്പുണ്ടായിരുന്നു. ദീർഘയാത്രയുടെയോ ഉറക്കമിളപ്പിൻ്റെയോ ക്ഷീണം SPക്കും വൈഗയ്ക്കും ഉണ്ടായിരുന്നില്ല. ഡോക്ടറുടെ ഡ്യൂട്ടി റൂമിൽ തന്നെ അവരിരുന്നു. ഞാൻ എന്താണ് വേണ്ടത്? എന്തിനാണ് എന്നെ കാണണമെന്ന് പറഞ്ഞത്? ഡോക്ടർ ഹരിലാൽ ഇരുവരുടെയും മുഖത്ത് മാറി മാറി നോക്കി. SP പറഞ്ഞു, മിത്ര സംസാരിക്കണം, പൂർണ്ണബോധത്തോടെ. അതിനെന്ത് വേണം? അതാണ് അറിയേണ്ടത്. ഡോക്ടർ ഹരിലാൽ തുറിച്ചു നോക്കി. അതിരാവിലെ വന്ന് നിങ്ങൾ തമാശ പറയുകയാണ് മിസ്റ്റർ SP. ഇത് തമാശയല്ല ഡോക്ടറെ. SPയുടെ മുഖത്ത് ചിരിമാഞ്ഞു. IPS ട്രെയിനിങ്ങിൽ ഞങ്ങൾക്ക് പ്രതികളെ പിടികൂടാൻ മാത്രമല്ല, 100,000 പ്രതികളുടെ 100,000 തരത്തിലുള്ള മാനസികാവസ്ഥകളെ അപഗ്രഥനം ചെയ്യാനുള്ള സൈക്കോളജിക്കൽ പരിശീലനവും ഉണ്ട്. അദ്ദേഹം തുറന്നു. ഡോക്ടർ, മിത്രയ്ക്ക് ഈ ലോകത്തിൽ കൊടുക്കാവുന്ന സകല വിദഗ്ധ ചികിത്സകളും നിങ്ങൾ നൽകിയിട്ടുണ്ട്. അതെ, ട്രീറ്റ്മെൻറ്റ് മറ്റൊരു തരത്തിലായല്ലോ. മനസ്സിലായില്ല. ഇനി അവളെ ശബ്ദത്തിലേക്കും വെളിച്ചത്തിലേക്കും ജീവിതത്തിലേക്കും തിരിച്ചു കൊണ്ടുവരാൻ മറ്റൊരു രീതി അവലംബിച്ചാലോ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. യു മീൻ സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ്? ഡോക്ടർ ഹരിലാൽ ചോദിച്ചു. യെസ്, യു ആർ കറക്റ്റ്. SP സമ്മതിച്ചു. നമുക്കിവിടുത്തെ സൈക്കോളജിസ്റ്റ് ഡോക്ടർ അനിൽ രാജനുമായിട്ട് സംസാരിക്കാം. ഡോക്ടർ ഹരിലാൽ ഉത്സാഹത്തോടെ പറഞ്ഞു. സൈക്കോളജിയിൽ വിദഗ്ധനാണ് അദ്ദേഹം. ചെറുപ്പക്കാരനാണ്. ഞാൻ വിളിക്കാം. ഡോക്ടറെ തന്നെ അതുൽ രാജിനെ വിളിച്ചു. മിത്രയുടെ അവസ്ഥയെക്കുറിച്ചും അവൾക്ക് പിന്നിലുള്ള കേസിനെക്കുറിച്ചും വിശദമായി സംസാരിച്ചു. ഇനിയത്തെ ട്രീറ്റ്മെൻറ്റിനെക്കുറിച്ച് ഡോക്ടർ അനിൽരാജൻ അപ്പോൾ തന്നെ ഹോസ്പിറ്റലിലെത്തി. കേസ് ഷീറ്റുകൾ നോക്കുകയും ഡോക്ടർ ഹരിലാലുമായും SP-യുമായും വൈഗയുമായും സംസാരിക്കുകയും ചെയ്തു. മിത്ര കിടക്കുന്ന വെന്റിലേറ്ററിൽ കയറി അവളെയും വിശദമായി പരിശോധിച്ചു. 1-2 മെത്തേഡ്സ് നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. ഒടുവിൽ ഡോക്ടർക്ക് പ്രതീക്ഷയില്ലെന്നാണോ? വൈഗ ഉദ്യോഗത്തോടെ ചോദിച്ചു. പ്രതീക്ഷിക്കാതെ നമ്മൾ മുമ്പോട്ട് പോയിട്ട് കാര്യമില്ല മാഡം. പ്രതീക്ഷിച്ചോളൂ, ഡോക്ടർ അനിൽരാജൻ പറഞ്ഞു. വൈഗയ്ക്ക് സന്തോഷമായി, പ്രതീക്ഷയായി. ഈ കിടക്കുന്ന പെൺകുട്ടിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ ശബ്ദവും സാമീപ്യവും കിട്ടണം. ഡോക്ടർ പറഞ്ഞു. ഈ കുട്ടിക്ക് അച്ഛനും അമ്മയൊക്കെ ഉണ്ടെന്ന് അറിയാമല്ലോ. അവരെ ഈ കുട്ടി ജീവനോടെ ഉണ്ടെന്ന് ഇതുവരെ അറിയിച്ചിട്ടില്ല. അറിയിക്കുന്നത് അപകടമാണ്. SP പറഞ്ഞു. പിന്നെ പ്രിയപ്പെട്ട ഒരാളാണ് ഈ നിൽക്കുന്നത്.
ചേച്ചി വൈഗ. SP വൈഗയെ ചൂണ്ടിക്കാണിച്ചു. മാഡം ഈ കുട്ടിയെ സമീപിക്കുകയും വിളിക്കുകയും ചെയ്തതല്ലേ? ഡോക്ടർ ചോദിച്ചു. അതെ, വൈഗ പറഞ്ഞു. അനുകൂലമായ എന്തെങ്കിലും സൈൻ കിട്ടിയോ? ഇല്ല. പിന്നെന്ത് ചെയ്യും? വൈഗയുടെ നെഞ്ച് പെട്ടെന്നൊന്നും മിടിച്ചു. മിഴികൾ കുറുകി. ഒരാളുണ്ട് ഡോക്ടർ, അവൾ പറഞ്ഞു. മിത്രയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ശബ്ദവും സാമീപ്യവും. ആര്? SP അമ്പരപ്പോടെ നോക്കി. അവൻ തന്നെ സാർ, ആ ഷാനു പ്രസാദ്. ഷാനു പ്രസാദ്? SPക്ക് അത്യുത്സാഹമായി. അവൻ മതി. അധ്യായം 11. ആരാണ് ഈ ഷാനു പ്രസാദ്? ഡോക്ടർ അനിൽ രാജൻ ചോദിച്ചു. മിത്രയുടെ കാമുകരാണ്. വെന്റിലേറ്ററിൽ നിന്നും പുറത്തേക്ക് വന്ന വൈഗ പറഞ്ഞു. കാമുകനെന്ന് പറഞ്ഞാൽ അതൊരു വെറും ബന്ധമല്ല ഡോക്ടർ. ഞാൻ മനസ്സിലാക്കിയിടത്തോളം. പറയൂ. മിത്രയുടെ റൂമിലും അവൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിലുമൊക്കെ ഷാനുവിൻ്റെ സാമീപ്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവളുടെ കമ്പ്യൂട്ടർ ഫയലുള്ള സീക്രട്ട് കോഡുകളിലുമെല്ലാം അവൻ്റെ പേരോ ആ പേരിലെ അക്ഷരങ്ങളോ ഉണ്ട്. വൈഗ തുടർന്നു. ഇവൾ മരിച്ചെന്ന് എല്ലാവരും വിശ്വസിച്ചു. ഒരു വേള ഈ ഞാൻ പോലും. പക്ഷെ ഷാനു മാത്രം അത് വിശ്വസിച്ചില്ല. എങ്ങോ എവിടെയോ ഇവളെ ജീവനോടെ ശ്വാസത്തോളം എവിടെയോ നിന്നോ ഒഴുകി ഒഴുകി അവൻ്റെ കാതോരം എത്താറുണ്ടെന്ന് ഒരിക്കലും അവൻ പറഞ്ഞു. അത്രയേറെ ഇഴുകി അലിഞ്ഞുപോയ സ്നേഹവും മനസ്സുമാണ് അവൾക്ക്. അങ്ങനെ ഒരാളെയാണ് നമുക്ക് വേണ്ടത്. ഡോക്ടർ അനിൽരാജന് ഉത്സാഹമായി. അവൻ അത്രയും വേഗം വരുത്തണം. അവൻ്റെ സാമീപ്യവും സ്പർശനവും ഈ കുട്ടിയുടെ സിരകളെ തൊട്ടുണർത്തിയാലോ? അബോധാവസ്ഥ വലകെട്ടി മറച്ച ഇവളുടെ തലച്ചോറിൽ അവൻ്റെ ശബ്ദം വെളിച്ചമായി നിറഞ്ഞാലോ? അതിനൊരു സാധ്യത കൂടിയുണ്ടല്ലേ ഡോക്ടർ? SP ചോദിച്ചു. നമുക്ക് പോസിറ്റീവായി മാത്രം ചിന്തിക്കാം, ഡോക്ടർ പറഞ്ഞു. ഡോക്ടറുടെ ആ വാക്കും വൈഖിയിലും ആത്മവിശ്വാസം പകർന്നു. പക്ഷെ ഡോക്ടറുടെ അരികിൽ നിന്നും പുറത്തേക്ക് വരുമ്പോൾ അവൾ SPക്ക് മുമ്പിൽ നിന്നു. സർ, ആ ഷാനു പ്രസാദിനെ നമുക്ക് എങ്ങനെ ഇവിടെ എത്തിക്കാൻ കഴിയും? അതൊരു വലിയ പ്രോബ്ലമാണ്, SP പറഞ്ഞു. ആ പ്രസാദ പത്തനാടൻ അവനെ കാണാൻ പോലും സമ്മതിക്കില്ല. അഥവാ സമ്മതിക്കണമെങ്കിൽ നമ്മൾ അയാളോട് സത്യം തുറന്നു പറയേണ്ടി വരും. കൊള്ളാം, മിത്ര ജീവിച്ചിരിക്കുന്നെന്ന് അവളുടെ അടുത്തേക്കാണ് അവനെ കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞാൽ അതോടെ തീർന്നു. വാർത്ത എപ്പോൾ പത്രത്തിലും ചാനലിലൊക്കെ വന്നെന്ന് നോക്കിയാൽ മതി, വൈഗ പറഞ്ഞു. അത് ശരിയാണ്. അയാൾ അറിയാതെ വേണം ഷാനുവിനെ സമീപിക്കാൻ, SP നിർദ്ദേശിച്ചു. ഇരു ചെവി അറിയാതെ ആ ചുമതല വൈഗ തന്നെ ഏൽക്കണം. ഓക്കെ, ഷുവർ സർ, ഞാനത് ചെയ്തിരിക്കും. SP വണ്ടിയിലേക്ക് കയറി. ഞാൻ വീട്ടിലേക്കാണ്. ഒന്ന് കുളിക്കണം. 1 മണിക്കൂറെങ്കിലും ഉറങ്ങണം. ഇനി ഉച്ചയ്ക്ക് ഇനി ഓഫീസിലേക്കുള്ളൂ. അത് പറഞ്ഞിട്ട് അദ്ദേഹം നേരത്തെ ചിരിയോടെ അവളെ നോക്കി. തന്നെ എവിടെ ഇറക്കണം? പുതിയ ഫ്ലാറ്റിലോ അത് അമ്പാടിയിലോ? വൈഗ ഒരു സെക്കൻഡ് തറഞ്ഞു നിന്നു. അപ്പോഴാണ് അവൾ അതോർത്തത്. തനിക്ക് പോകാൻ ഒരിടമില്ല. അമ്മയും അച്ഛമ്മയും കൂടെ അമ്പാടിയിൽ നിന്നും ഇറക്കി വിട്ടതാണ് ഇന്നലെ. തിരികെ ചെല്ലുന്നത് എങ്ങനെ? ഫ്ലാറ്റിലെ കാർത്തികുണ്ട്. തൻ്റെ കഴുത്തിൽ താലി കെട്ടിയ കൈകൾ വിരിച്ചു പിടിച്ചുകൊണ്ട് സ്വീകരിക്കാൻ. പക്ഷെ അങ്ങോട്ട് പോകാൻ ഒട്ടും വയ്യ. പോകാൻ തനിക്കിപ്പോൾ സത്യത്തിൽ ഒരിടമില്ല എന്ന വസ്തുത SP അറിയണ്ട. അയാൾ പറഞ്ഞു. സാറ് പോയിക്കോളൂ, ഞാൻ മറ്റൊരു വഴിക്കാണ്. ദെൻ ഓക്കെ, SP ഡ്രൈവറോട് പറഞ്ഞു. പോകാം. ആ വണ്ടി നീങ്ങുമ്പോൾ വൈഗ മൊബൈലിൽ പ്രതാപൻ്റെ നമ്പർ എടുത്തു. നീ ഇപ്പോൾ എവിടെയാ? പുതുപ്പള്ളിയിലാണോ? കോൾ അറ്റൻഡ് ചെയ്തപാടെ പ്രതാപൻ ചോദിച്ചു, അതും ഗൗരവത്തിൽ. വൈഗ പുതുപ്പള്ളിയിൽ താമസിക്കാനായിരുന്നു പ്രതാപൻ നിർദ്ദേശിച്ചിരുന്നത്. അത് വെച്ചാണ് ചോദ്യം. പക്ഷേ ആ ഗൗരവം വൈഗയെ പരിഭ്രമിച്ചു. എന്താണെങ്കിൽ അമ്മയ്ക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രശ്നം? അമ്മ എന്തിയേ? നിന്റെ കല്യാണം കഴിഞ്ഞോ? ചോദ്യത്തിനല്ല ഉത്തരം. അവൾ ശ്വാസം പിടിച്ചു. പ്രശ്നം സോൾവ് ആയിട്ടില്ല. പൂർവാധികം വഷളായിരിക്കുന്നു. ഇന്നലെ നീ വീട്ടിൽ വന്ന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, പക്ഷേ ഇത് പറഞ്ഞില്ല. ശരിക്കും കുറ്റപ്പെടുത്തൽ തന്നെ. നിന്റെ വിവാഹം എല്ലാവരുടെയും സ്വപ്നമായിരുന്നു. അതിത്രയും തരംതാണ രീതിയിൽ നീ ഒറ്റയ്ക്ക് നടത്തുമെന്ന് ഞാൻ അറിഞ്ഞില്ല. നിന്റെ അമ്മയുടെ ഏറ്റവും വലിയ സങ്കടവും വെറുപ്പും അതുതന്നെയാണ്. എന്നായിരുന്നു എൻ്റെ വിവാഹം അങ്കിൾ അറിഞ്ഞോ? നമ്മളെല്ലാവരും മാതായിലുണ്ടായിരുന്ന ആ രാത്രി. എന്താ നീ പറയുന്നത്? പ്രതാപൻ അമ്പരന്നു. സത്യമാണ് അങ്കിൾ. SP സാർ അഖിലിനെയും കൊണ്ട് അന്ന് പോയപ്പോൾ എത്രയും വേഗം പിന്നാലെ എത്താനാണ് ഞാനും കാർത്തിക ഇറങ്ങിയത്. പക്ഷെ അതിനിടയിൽ കാർത്തികൻ്റെ കാലിന് പരിക്ക് പറ്റി. നടക്കാൻ പറ്റാതായി. വയ്യാത്ത ഒരാളെ വഴിയിൽ ഉപേക്ഷിച്ച് പോകാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിലേ. അല്ലെങ്കിൽ തന്നെ ഞാനൊരു പോലീസ് ഓഫീസറല്ലേ, അതെൻ്റെ ഡ്യൂട്ടിയല്ലേ? വൈഗ ചോദിച്ചു.
പക്ഷെ എൻ്റെ പിന്നാലെ 24 മണിക്കൂറും ചാരന്മാരെ നിയോഗിച്ചിരിക്കുന്നതുകൊണ്ട് ഡോക്ടർ രശ്മിയും സാജേട്ടനും കൂടി കിട്ടിയ സന്ദർഭം മുതലാക്കി എന്നെ കുടുക്കി. മാനം രക്ഷിക്കാൻ അവർക്ക് മുന്നിൽ വെച്ച് കാർത്തിക് ഒരു മഞ്ഞ ചരട് എൻ്റെ കഴുത്തിൽ കെട്ടി. അത്രയേ ഉള്ളൂ. പ്രതാപന് ആശ്വാസമായി. നിനക്കിത് ദേവികയോട് പറഞ്ഞുകൂടായിരുന്നു? അമ്മയ്ക്ക് ഞാൻ പറയുന്നതിനേക്കാൾ വിശ്വാസം സാജേട്ടൻ പറഞ്ഞതിനോടെന്ന് കണ്ടപ്പോൾ വിശദീകരണം വേണമെന്ന് തോന്നിയില്ല. നീ എന്തുകൊണ്ട് ഇക്കാര്യങ്ങളൊക്കെ വീട്ടിൽ വന്നപ്പോൾ എന്നോട് പറഞ്ഞില്ല? ഞാൻ അപ്പോഴേ എല്ലാം ദേവികയോട് പറഞ്ഞു തിരുത്തുമായിരുന്നില്ലേ? അമ്മയ്ക്കിപ്പോൾ തൊട്ടതിന് പിടിച്ചതൊക്കെ എന്നോട് ദേഷ്യമാണ്, വൈഗ വിഷാദത്തോടെ പറഞ്ഞു. ഞാനിപ്പോൾ അമ്മയ്ക്ക് മൂത്ത മോളല്ല, ശത്രുവാണ്. ഞാൻ പറഞ്ഞില്ലേ? ശത്രുവോ? അതെ, അച്ഛനെ പോലീസിന് ഒറ്റിക്കൊടുത്ത് ജയിലിലടച്ച മകള്, മിത്രയുടെ അഴുകിയ മൃതശരീരം വീട്ടിൽ കൊണ്ടുവന്ന് സംസ്കരിക്കാത്ത ക്രൂരയായ ചേച്ചി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യം. അതെ, അതിരിക്കട്ടെ, നീ ഇപ്പോൾ ഇങ്ങോട്ടെത്തും? എന്തിന്? അമ്മയ്ക്ക് തല്ലിയിറക്കാനും പ്രാകാനുമോ? വൈഗ തർക്കിച്ചു. ഒരു നിമിഷം കഴിഞ്ഞാണ് പ്രതാപൻ പറഞ്ഞത്, മോളെ നീ ഇങ്ങ് വാ. നീ ഇങ്ങ് വാ മോളെ. അങ്കിളല്ലേ ഇവിടെ? രേണു ഉണ്ട്, പോരെ? കാരുണ്യവും നിറയെ സ്നേഹമുള്ള സ്വരമായിരുന്നു അത്. കോള് കട്ട് ചെയ്യുമ്പോൾ വൈകിയുടെ കണ്ണുകൾ പെട്ടെന്ന് തുളുമ്പി. മറ്റുള്ളവരുടെ വിദ്വേഷത്തീക്കുള്ളിൽ കിടന്ന് നിസ്സഹായതയോടെ പിടയ്ക്കുന്നവർക്ക് കാരുണ്യത്തിൻ്റെ ഒരു തുള്ളി മതി നെഞ്ചു നിറയ്ക്കാനും നനയാനും. വൈകിയോട് സംസാരിച്ച് പിരിയുമ്പോൾ പ്രതാപൻ കണ്ടു, തൊട്ടു പിന്നിൽ രേണുക. വൈഗ എന്തിനാണ് വിളിച്ചത്? രേണുക ചോദിച്ചു. വൈകിൽ നിന്നറിഞ്ഞ കാര്യം പ്രതാപൻ ഭാര്യയോട് പറഞ്ഞു. നീ വന്നേ. ഭാര്യയും കുട്ടി അയാൾ ദേവികയുടെ റൂമിലേക്ക് ചെന്നു. സർവരോടും പിണങ്ങി ആഹാരം പോലും കഴിക്കാതെ ഒരേ കിടപ്പാണ് ദേവിക. മരുമകൾക്ക് കൂട്ടിരിക്കുകയാണ് അതേ ബെഡിൽ തന്നെ ഈശ്വരിയും. രേണുക ബെഡിലിരുന്നു. ദേവികെ, ഇങ്ങോട്ടെണീറ്റേ, നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഒരു കാര്യം എന്നോട് പറയണ്ട. ദേവിക കിടന്ന കിടപ്പിൽ എടുത്തടിച്ചതുപോലെ പറഞ്ഞു. ഇത് വൈകിയുടെ കല്യാണം കഴിഞ്ഞ കാര്യമാണ്. അവളുടെ കല്യാണക്കാരി എനിക്ക് ഒട്ടും കേൾക്കണ്ട. ദേവിക ചെവി പൊത്തിപ്പിടിച്ചു പറഞ്ഞു. ശരി, നീ കേൾക്കണ്ട. പ്രതാപൻ അരിശം വന്നു. അയാൾ ഈശ്വരിയുടെ അടുത്തേക്ക് തിരിഞ്ഞു. അമ്മേ, സത്യം അറിയാതെയാണ് നിങ്ങൾ രണ്ടാളും വൈകിയെ കുറ്റപ്പെടുത്തിയതും ഇറക്കി വിട്ടതും. കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി 10 മണി മുതൽ പുലർച്ചെ 3:30 വേള അവളെൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അഖിലിൻ്റെ അടുത്തോ? ഈശ്വരിയുടെ കണ്ണുകൾ കുറുകി. മിത്രയെക്കുറിച്ച് ഒരക്ഷരം പോലും ഇടയിൽ കയറാത്ത വിധം പ്രതാപൻ കഥയുണ്ടാക്കി പറഞ്ഞു. അതെ, ദയയുടെ പെട്ടെന്നുണ്ടായിരുന്ന കൊലപാതകം എൻ്റെ മോനെ അത് തകർത്ത് കളഞ്ഞിരുന്നു. അന്നവൻ ഇവിടെ വെച്ച് ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയില്ലേ? തിരികെ വീട്ടിലെത്തിയപ്പോൾ അവൻ ആകെ സമനില തെറ്റിയതുപോലെ. ബാംഗ്ലൂർക്ക് വിടാതെ അവനെ ഞങ്ങൾ മാതാ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. എന്നിട്ട് ബാംഗ്ലൂരിൽ തിരികെ ചെന്നിട്ടില്ലാത്തതുകൊണ്ട് അവൻ ഒളിവിലാണെന്നും ദയയുടെ കൊലപാതകത്തിൽ അവന് പങ്കുണ്ടെന്നും പോലീസ് സംശയിച്ചു. അന്ന് രാത്രി വൈഗ എത്തിയത് ഹോസ്പിറ്റലിൽ അഖിലുണ്ടെന്നറിഞ്ഞാണ് അവനെ അറസ്റ്റ് ചെയ്യാനോ? അതെ, അവനിപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. സംശയമുണ്ടെങ്കിൽ അമ്മയ്ക്ക് SP വിളിച്ച് ചോദിക്കാം. ദേവിക മെല്ലെ എഴുന്നേറ്റിരുന്ന് അവരുടെ സംഭാഷണം ശ്രദ്ധിച്ചു. ഇടയ്ക്ക് വൈഗ കാർത്തികിൻ്റെ ഫ്ലാറ്റിൽ പോയി എന്നത് സത്യം. അവൻ്റെ കാലിന് പരിക്ക് പറ്റിയതുകൊണ്ട് ഒരു സഹായത്തിന് പോയതാണ്. പക്ഷെ ചതിച്ചത് അവനാണ്. സാജൻ ചരട് വലിച്ചത് അവനല്ലെങ്കിൽ വെളുപ്പിന് 3:30 കോട്ടയത്ത് ഒരു ഫ്ലാറ്റിൽ നടന്ന വിവാഹക്കാര്യം അപ്പോൾ തന്നെ അവനങ്ങനെ ഇവിടെ വിളിച്ചു പറഞ്ഞു. ഏട്ടാ, ദേവികയുടെ കണ്ണു മിഴിച്ചു. സത്യമാണോ ഏട്ടാ? പിന്നെ സത്യമല്ലാതെ? പ്രതാപന് ഉത്സാഹമായി. അവളുടെ കഴുത്തിൽ അങ്ങനെ ഒരു താലി വീണുപോയി. അത് പക്ഷേ അവൻ്റെ അച്ഛൻ പോലും അംഗീകരിച്ചിട്ടില്ല. അവളെ അവർ സ്വീകരിച്ചിട്ടുമില്ല. അപ്പോൾ പിന്നെ അവൾ എന്തിനാ സത്യേട്ടൻ്റെ ജാമ്യം തടഞ്ഞത്? ദേവികെ, പ്രതാപൻ ശാസിച്ചു. നിന്റെ വിചാരം വൈഗ ഇപ്പോഴും നിന്റെ വെറുമൊരു മകൾ മാത്രമാണെന്നാണ്. അവളൊരു പോലീസ് ഓഫീസറാണ്, അത് നീ മറക്കരുത്. അവൾ അന്വേഷിക്കുന്ന കേസിലെ പ്രതിയാണ് സത്യേട്ടൻ. സ്വന്തം മകളാണെങ്കിലും അച്ഛനാണെങ്കിലും സത്യേട്ടൻ്റെ ജാമ്യം അവളെ തടയണമെങ്കിൽ അത്രമേൽ ഗൗരവമുള്ള ഒരു കാരണം അതിന് പിന്നിലുണ്ടെന്ന് കരുതണം. അല്ലാതെ വില കുറഞ്ഞ രീതിയിൽ സംസാരിക്കുകയും പ്രാകുകയും ഇവിടെ നിന്ന് ഇറക്കിവിടുകയല്ല ഒന്നും ചെയ്യേണ്ടത്. മനസ്സിലായോ? ദേവികയുടെ മുഖത്ത് വിഷമമായി. നിന്റെ ആട്ടും തുപ്പും കെട്ട് അവൾ ഇറങ്ങിപ്പോയത് എതിർക്കാൻ ശക്തിയില്ലായിട്ടല്ല. നീ അവളുടെ അമ്മയായതുകൊണ്ടാണ്. നിന്റെ മാനസിക നില താരുമെന്ന് ഭയന്നിട്ടാണ്. ദേവികയ്ക്ക് കരച്ചിൽ വന്നു. ഈശ്വരി കരഞ്ഞു തുടങ്ങി. ഞാൻ അപ്പോഴേ പറഞ്ഞതാ പ്രതാപ ഇവളോട്. സാജൻ പറഞ്ഞത് അതേപടി വിശ്വസിക്കില്ലെന്ന്. ഇവൾ കേട്ടില്ല. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ കുഞ്ഞിനെ നമ്മൾ ചീത്ത പറഞ്ഞ് ഇറക്കി വിട്ടു. ഇനി അവളുടെ മുഖത്ത് നോക്കാൻ പറ്റുമോ എൻ്റെ കൃഷ്ണ? ഈശ്വരി
കണ്ണീര് തുടച്ച് പദം പറഞ്ഞു. എനിക്കെൻ്റെ മോളെ ഇപ്പോൾ കാണാം കേട്ടാ. അവൾ എവിടെയുണ്ട്? ഞാൻ ചെന്ന് വിളിച്ചോണ്ട് വരാം. ദേവിക പിടഞ്ഞെഴുന്നേറ്റു. എങ്ങും പോണ്ട, ഇവിടെയുണ്ട്, ഇതാ കണ്ടോ. വാതുക്കൽ നിന്നായിരുന്നു ആ ശബ്ദം. വൈഗ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ദീർഘമായ ഒരു യാത്ര നടത്തിയതിൻ്റെ ഒരു ക്ഷീണം അപ്പോഴും ഇല്ലായിരുന്നു ആ മുഖത്ത്. പകരം സന്തോഷവും സ്നേഹവും മാത്രം. എൻ്റെ മോളെ. ദേവിക അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. നിന്നെ ഞാൻ ഒരുപാട് ചീത്ത പറഞ്ഞു. അമ്മ എന്തു പറഞ്ഞാലും എൻ്റെ അമ്മയല്ലേ, വൈഗ പറഞ്ഞു. ഓ, ഇപ്പോഴാ ശ്വാസം നേരെ വീണത്. പ്രതാപൻ ചിരിച്ചു. പക്ഷേ ഏട്ടാ, ദേവികയുടെ മുഖം കടുത്തു. എനിക്ക് സമാധാനമായില്ല. അതെന്താ? എനിക്ക് അവനെ ഒന്ന് കാണണം, സാജനെ. ദേവിക പല്ല് കടിച്ചു പിടിച്ചു. അവൻ എൻ്റെ മോളെ ആദ്യം കൈക്കൂലി കേസിൽപ്പെടുത്തി, അപമാനിച്ചു. ഇതിപ്പോൾ 2ാം തവണയാണ്. ഇനി ഒരിക്കൽ കൂടി അവനിത് ആവർത്തിക്കരുത്. ചതി രക്തത്തിലലിഞ്ഞു പോയതിന് അത് ചെയ്യാതിരിക്കാൻ പറ്റില്ലമ്മേ, വൈഗ പുഞ്ചിരിച്ചു. സാജേട്ടൻ ചെയ്യട്ടെ, എത്ര വരെ മുമ്പോട്ട് പോകുമെന്ന് കാണാം. പ്രിയരെ, നമ്മുടെ നോവൽ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത ഭാഗത്തിനായി നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയൊക്കെ ചെയ്യുക. ഒത്തിരി സന്തോഷത്തോടെ സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട്.